ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സോക്കർ മേറ്റ്. കോൾ പാൾമർ ആൻഡ് പെഡ്രോ നെറ്റോ ഇവർ രണ്ടുപേരും മരസ്കയ്ക്ക് വേണ്ടിയിട്ടും ബാക്കി 9 ചെൽസി പ്ലേയേഴ്സ് ചെൽസി ഫാൻസിനും വേണ്ടി കളിച്ച കളിയിൽ നമ്മൾ ഒരു വിധത്തിൽ ഒരു സമനില പിടിച്ചിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ജയത്തിന് തുല്യമായ സമനില. സത്യം പറയാലോ, നമ്മൾ ബാർസലോണയ്ക്കെതിരെ ജയിച്ചപ്പോൾ ഉള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു അല്ലോ, അല്ല അതുപോലെ തന്നെ PSG-ക്കെതിരെ ജയിച്ചപ്പോഴും അതിനേക്കാളൊക്കെ കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് ഇന്നലത്തെ കളിയിൽ ആ ലാസ്റ്റ് മൊമെൻറ്റിൽ ഒരു ഗോൾ വന്ന് ഒരു സമനില പിടിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ തോന്നിയിട്ടുണ്ട്. കാര്യം എൻ്റെ ഒരു പ്രഡിക്ഷൻ വീഡിയോയിലാണെങ്കിലും എൻ്റെ പ്രിവ്യൂവിലാണെങ്കിലും ഒക്കെ ഞാൻ പറഞ്ഞത് ചെൽസി അത്യാവശ്യം നല്ല രീതിയിൽ പൊട്ടും എന്ന് തന്നെയായിരുന്നു. പിന്നെ ഇന്നലത്തെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ സാഞ്ചസും കുക്കും അവൈലബിൾ അല്ല എന്ന് അറിഞ്ഞപ്പം, പോരാത്തതിന് കൈസീഡോ ഇല്ലല്ലോ, ഈ 3 പേരില്ലാതെ സിറ്റിക്കെതിരെ നമ്മൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഒരു 5-6 അവന്മാർ അടിച്ചിടും എന്ന് പോലും തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് മാർക്ക് കൊടുക്കേണ്ടത് നമ്മളെ ഡിഫൻസിന് തന്നെയാണ്. നമ്മളെ ഡിഫൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ഫോർമേഷൻ അറിയാമല്ലോ, 4-2-3-1 ആണ് കളിച്ചത്. നമ്മളെ ഡിഫൻസിൽ അച്ചിയാമ്പോങ് ആയിരുന്നു റൈറ്റ് ബാക്ക് ആയിട്ട് കളിച്ചത്. ചാലബോ ആൻഡ് ബാത്തിഷേലാണ് സെൻറ്റർ ബാക്ക് പെയർ ആയിട്ട് കളിച്ചത്. പിന്നെ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് ഗുസ്റ്റോ ആണ് കളിച്ചത്. ഈ ഡിഫൻസിനെതിരെ ചെൽസി ഒരു 4-5 എണ്ണം അടിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. പക്ഷേ അങ്ങനെയല്ല ഉണ്ടായിട്ടുള്ളത്. ഫസ്റ്റ് ഹാഫിൽ ഇവർ 4 പേരും അത്യാവശ്യം നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ ഒരു ഗോളിലൊന്നും ഇത് നിൽക്കില്ലായിരുന്നു. ഓഫ് കോഴ്സ് നമ്മുടെ എൻസോയുടെ ആണെങ്കിലും റീസിൻ്റെ ആണെങ്കിലും സപ്പോർട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവർക്ക് ശരിക്കും നമ്മൾ അവർക്ക് ക്രെഡിറ്റ് കൊടുത്തേ പറ്റുള്ളൂ. ഫസ്റ്റ് ഹാഫിൽ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം 3-4 ഗോളെങ്കിലും അടിക്കാനുള്ള സാധ്യതകളുണ്ടായിരുന്നു. പക്ഷേ അതടിക്കാതെ അവരെ ചെൽസിനെ ഗെയിമിൽ പിടിച്ചു നിർത്തിയത് നമ്മളെ ഡിഫൻസ് തന്നെയാണ്. പിന്നെ ഫസ്റ്റ് ഹാഫിൻ്റെ കാര്യം പറയുമ്പോൾ എടുത്തു പറയേണ്ട 2 പേര്, ഒന്ന് കോൾ, അതുപോലെ തന്നെ നമ്മുടെ എസ്റ്റബോ ആണ്. എസ്റ്റബോനെ ഒരു പരിധി വിട്ട് കുറ്റം പറയുന്നില്ല. കാര്യം പുള്ളിക്ക് ഒട്ടും പരിചയമില്ലാത്തൊരു പൊസിഷനിലാണ് നമ്മൾ ഇന്നലെ കളിപ്പിച്ചത്. ആദ്യം റൈറ്റ് വിങ്ങിലാണ് പുള്ളിനെ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എക്സ്പെക്റ്റേഷൻ ഔട്ട് ഓഫ് പൊസിഷൻ ഒരു റൈറ്റ് വിങ് ബാക്ക് ആയിട്ട് കളിക്കുക എന്നുള്ള രീതിയിലായിരുന്നു. പുള്ളിക്കത് പറ്റുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം പുള്ളിനെ ലെഫ്റ്റിലിട്ടിട്ടും പുള്ളി ഒട്ടും എഫക്റ്റീവ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പുള്ളിനെ ഫസ്റ്റ് ഹാഫിൽ അവസാനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. പക്ഷേ കോൾ പാൾമറിൻ്റെ കാര്യം പറയുമ്പം സിറ്റിയുടെ ഏറ്റവും നല്ല അഡ്വാൻറ്റേജ് നമ്മൾ നല്ല പ്രിവ്യൂവിൽ പറഞ്ഞതുപോലെ തന്നെ അവർ നല്ല മിഡ്ഫീൽഡ് അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്തു. അങ്ങനെ വന്നു കഴിയുമ്പം ചെൽസിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ഓപ്ഷൻ ഈ സെക്കൻഡ് ബോൾസ് എല്ലാം മാക്സിമം വിൻ ചെയ്ത് കൗണ്ടർ അറ്റാക്കിൽ സ്കോർ ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷെ നമ്മൾ സെക്കൻഡ് ബോൾ വിൻ ചെയ്യുന്നുണ്ട്, പക്ഷേ കോൾ പാൾമർ ബോളും എടുത്ത് ക്യാരി ചെയ്യാൻ പറ്റാതെ വല്ലാതെ സ്ട്രഗിൾ ചെയ്യായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 10-20 പ്രാവശ്യമെങ്കിലും പുള്ളി ബോൾ ലൂസ് ചെയ്തിട്ടുണ്ടാവും, അതും നമ്മുടെ സ്വന്തം ഹാഫിൽ. വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു പാൽമറിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഹാഫിൽ. അതുപോലെ തന്നെ നമ്മുടെ പെഡ്രോ നെറ്റോ ആണെങ്കിലും വളരെ മോശം പെർഫോമൻസ് തന്നെയായിരുന്നു. ഇനിയിപ്പം സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പം, ഫസ്റ്റ് ഹാഫിൽ ഞാൻ പറഞ്ഞല്ലോ ചെൽസിൻ്റെ പ്ലേയേഴ്സിനെ ഗോൾ നമ്മൾ ഒന്നേ കൺസീഡ് ചെയ്തിട്ടുള്ളെങ്കിലും ചെൽസി നമ്മളെ ശരിക്കും അങ്ങോട്ട് ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാഫിൽ മാറ്റങ്ങൾ അനിവാര്യമായിരുന്നു, മാറ്റങ്ങൾ വരികയും ചെയ്തു. എസ്റ്റവാന് പകരം സാൻഡോസ് വന്നു. അതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പം ജാവോ പെട്രോയ്ക്ക് പകരം നമ്മുടെ ഡെലാപ്പിനെയും കൊണ്ടുവന്നു. ഈ 2 മാറ്റങ്ങളും ശരിക്കും എഫക്റ്റീവായി എന്നുള്ളതാണ്. സാൻഡോസ് അടിപൊളി കളിയായിരുന്നു. അതുപോലെ തന്നെ ഡെലാപ്പ് ആണെങ്കിലും പുള്ളിയുടെ ചെൽസിയുടെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഇന്നലെയാണ് കളിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പം അച്ചയമ്പോങ്ങിനെ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗുസ്റ്റോനെ റൈറ്റ് ബാക്ക് ആയിട്ടും. കാര്യം ഗുസ്റ്റോ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. ആച്ചയമ്പോങ്ങിനെ കുറേ കഴിഞ്ഞപ്പോൾ മാറ്റി, പകരം വന്നത് ഹാറ്റോ ആയിരുന്നു. ഹാറ്റോയും സത്യം പറഞ്ഞാൽ ആദ്യത്തെ 1-2 ടച്ച് കുറച്ച് മോശമായിരുന്നു. പക്ഷേ അതിനുശേഷം പുള്ളി ഗെയിമിലേക്ക് നന്നായിട്ട് വന്നു എന്നുള്ളതാണ്. ഇതൊക്കെ പറയുമ്പോഴും പ്രകടനം മോശമായി നിന്ന 2 ആൾക്കാരുണ്ട്, കോൾ പാൾമർ ആൻഡ് പെഡ്രോ നെറ്റോ. ഇവർ 2 പേരും സെക്കൻഡ് ഹാഫിൽ ടാപ്പിൻ ചെയ്യേണ്ട 2 അവസരങ്ങളുണ്ടായിരുന്നു, അത് 2 അവർ നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും മികച്ച പ്ലെയറിനെ പറ്റി പറയേണ്ടിയിരിക്കുന്നു. അത് വേറെ ആരുമല്ല, എൻസോ ഫെർണാണ്ടസ് ആണ്. പുള്ളി ഇന്നലെ എനിക്ക് തോന്നുന്നത്, ഞാൻ എൻസോൻ്റെ ഒരുപാട് കളികൾ കണ്ടിട്ടുണ്ട്, പക്ഷേ പുള്ളിയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളി ഇന്നലെയായിരുന്നു. കാര്യം അത്രമാത്രം പുള്ളി വർക്ക് റേറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഈ കളി സമനില പിടിക്കണം അല്ലെങ്കിൽ ജയിക്കണം എന്നുള്ളൊരു ആഗ്രഹം പിച്ചിൽ വളരെ ചുരുക്കം പ്ലേയേഴ്സിനെ ഉണ്ടായിരുന്നതായിട്ട് തോന്നിയിട്ടുള്ളൂ. അതിലൊരാൾ എൻസോ ആയിരുന്നു. ഓഫ് കോഴ്സ് പുള്ളിയാണ് മാൻ ഓഫ് ദ മാച്ച്. അവസാനം പുള്ളിക്കൊരു വെൽ ഡിസേർവ്ഡ് ആയിട്ടുള്ള ഒരു ഗോളും പുള്ളിക്ക് കിട്ടിയെന്നുള്ളതാണ്. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും 2 ടൈപ്പ് ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് ഹാഫിൽ സിറ്റി ഭയങ്കരമായിട്ട് ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഇത് ചെൽസിയുടെ ഹാഫായിരുന്നു. കാര്യം ചെൽസി വല്ലാതെ ഡോമിനേറ്റ് ചെയ്തു എന്നുള്ളതല്ല, പക്ഷേ സിറ്റീനെ ഭയങ്കരമായിട്ട് അവർ കൺട്രോൾ ചെയ്തു. അത്
ശരിക്കും ആ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടാണ് അതിനെ ഹെൽപ്പ് ചെയ്തത്. ഒന്ന് ഡെഫിനറ്റ്ലി സാൻഡോസിന് അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കണം. അതുപോലെ തന്നെ ഡെലാപ്പ് ആൻഡ് ഹാറ്റോ ഇവർ 3 പേരും സ്റ്റെപ്പ് ചെയ്തു കളിച്ചു എന്നുള്ളതാണ്. പിന്നെ പ്ലെയേഴ്സിൻ്റെ പെർഫോമൻസിലേക്ക് വരുമ്പോൾ നമ്മൾ ഓൾറെഡി സംസാരിച്ചു. പക്ഷേ ബെസ്റ്റ് പെർഫോമൻസ് ഇൻ ദ പിച്ച് എൻസോ ഫെർണാണ്ടസ് ആണ്. പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ എന്തായാലും മെൻഷൻ ചെയ്യേണ്ട പ്ലെയറാണ് റീസ്. പുള്ളി യൂഷ്വൽ ഹൗ ഹി വാസ് പ്ലേയിങ്. ദെൻ സാൻഡോസ്, ഓഫ് കോഴ്സ് ഹാറ്റോ, ഇവരെല്ലാവരും നന്നായിട്ട് കളിച്ചു. പിന്നെ ഗുസ്റ്റോൻ്റെ പരാമർശിക്കാതിരിക്കാൻ പറ്റില്ല. ഗുസ്റ്റോ അത്യാവശ്യം നന്നായിട്ട് കളിച്ചു. പിന്നെ മോശമായിട്ട് കളിച്ചു എന്ന് തോന്നിയത് എനിക്ക് മോശം എന്നല്ല, തീർച്ചയായിട്ടും മോശമായിട്ട് കളിച്ച 2 പേര്, ഒന്ന് പെഡ്രോ നെറ്റോ ആയിരുന്നു, അതുപോലെ തന്നെ നമ്മുടെ കോൾ പാൾമറും ആയിരുന്നു. പെഡ്രോ നെറ്റോ ഒക്കെ കൗണ്ടർ അറ്റാക്കുമായിട്ട് മുന്നോട്ട് ബോൾ കൊണ്ടുപോയിട്ട് ഒരു ഫൈനൽ തേർഡിൽ എത്തുമ്പം പുള്ളി സ്ലോ ആക്കാണ്. സിറ്റി പ്ലേയേഴ്സൊക്കെ തിരിച്ച് വന്ന് ഡിഫെൻഡ് ചെയ്യാൻ വെയിറ്റ് ചെയ്യാൻ പോലെയൊക്കെ എനിക്ക് തോന്നി. പിന്നെ ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു ഇവർ 2 പേരും മരസയ്ക്ക് വേണ്ടി കളിച്ചു എന്നുള്ളത്. അങ്ങനെയൊന്നുമല്ല, അത് ഞാൻ ചുമ്മാ ഒരു തമാശയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ. അവരുടെ ഒരു ഓഫ് ഡേ ആയിരിക്കാം. എന്തായാലും ഒരു ഡ്രോ കിട്ടി. ഐ എം ഹാപ്പി അബൌട്ട് ഇറ്റ്. സിറ്റി ഫാൻസ് കരുതുന്നുണ്ടാവും ഒരു ഡ്രോയിൽ ഇത്രമാത്രം എക്സൈറ്റ്മെൻറ്റിൻ്റെ കാര്യം എന്താണെന്നുള്ളത്. പക്ഷേ ചെൽസിയുടെ ഇപ്പോൾ ഉള്ള ഒരു അവസ്ഥ അറിയുന്ന എല്ലാ ചെൽസി ഫാൻസും ഈ റിസൾട്ടിൽ ഹാപ്പി ആയിരിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുപോലെ തന്നെ മരസ്ക പോയതോടെ എല്ലാം തീർന്നു എന്ന് കരുതണ്ട എന്നുള്ളതിന് ഒരു ഉദാഹരണം കൂടിയാണ് ഈ ഗെയിം. കാര്യം കോച്ചില്ലെങ്കിലും നമ്മുടെ പ്ലേയേഴ്സ് സ്റ്റെപ്പ് ചെയ്തു. അതും സിറ്റിക്കെതിരെ ഒരു ഡ്രോ പിടിച്ചിരിക്കുകയാണ്. ഇനി ഫുൾഹാം ആയിട്ടുള്ള മത്സരം എങ്ങനെയായിരിക്കും എന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പോഴേക്കും പുതിയ കോച്ച് വരുമോ ഇല്ലയോ എന്നുള്ളതും പറയാൻ പറ്റില്ല. പക്ഷെ എന്തായാലും പുതിയ കോച്ച് വന്നിട്ട് ചെറിയ ടീമുകൾക്കെതിരെയും അല്ലെങ്കിൽ ഒരു മിഡ് ടേബിളിലുള്ള ടീമുകൾക്കെതിരെയും നമുക്ക് കംഫർട്ടബിളായിട്ട് കളിക്കാൻ പറ്റട്ടെ എന്ന് കരുതാം. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾ കളി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, ഈ കളിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ കമൻറ്റിൽ മെൻഷൻ ചെയ്യും. താങ്ക് യു ഗേസ്, താങ്ക് യു സോ മച്ച്.